തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിന് മുൻപിൽ മഹാരാഷ്ട്രയിലെ ഭരണകൂടം മുട്ടുമടക്കുന്നു എന്നത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. പ്രേംലാൽ കൂടി എന്നോടൊപ്പം മുംബൈയിലും ചേരുകയാണ്. പ്രേംലാൽ ഇന്നലെ പാൽഘറിലുണ്ടായിരുന്നു. പാൽഘറിൽ പോയ ശേഷം രാത്രി വൈകിയാണ് മുംബൈയിലേക്ക് മടങ്ങിയത്. പ്രേംലാൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നേരിട്ട് അവിടെ പോയി ആ സാഹചര്യം കണ്ടതാണ്. 50,000-ലധികം വരുന്ന തൊഴിലാളികളുടെ, ആദിവാസികളുടെ, ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ വലിയ കൂട്ടത്തെയാണ് നമുക്ക് അവിടെ ചെങ്കൊടിയേന്തി കാണാൻ കഴിഞ്ഞതല്ലേ? ഒടുവിൽ ആ സംഘടിത ശക്തിക്ക് മുൻപിൽ മുട്ടുമടക്കുകയായിരുന്നു അല്ലേ പ്രേംലാൽ പാൽഘറിലെ ഭരണകൂടം? തീർച്ചയായും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇന്നലെ കാണാനായത് ഒരു അതിജീവനത്തിനായിട്ടുള്ള ഒരു പോരാട്ട സമരം തന്നെയായിരുന്നു അവിടെ. സ്ത്രീകളടങ്ങും 25,000-ലധികം സ്ത്രീകളടങ്ങും 50,000-ഓളം പേർ, അത് കർഷകരും ആദിവാസികളും, അവരെല്ലാം ഒരേ മനസ്സോടെ ആയിരുന്നു ആ ഒരു പോരാട്ടമായിരുന്നു നടത്തിയിരുന്നത്. ഇത് ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിൽ പിന്നോട്ടില്ലെന്ന് എല്ലാവരും ഒരേ ശബ്ദത്തിലായിരുന്നു ഇങ്ങനെ പറയുന്നത് കേട്ടത്. എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത് വളരെ നല്ല കാര്യം തന്നെയാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ അധ്യക്ഷനുമായ അശോക് ദാവ്ലെ, MLA വിനോദ് മെഹ്റ അടക്കമുള്ള നേതാക്കളാണ് ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തത്. 17 മണിക്കൂർ ഇന്നലെ ഇയാൾ അവിടെ എത്തിയിട്ട് 17 മണിക്കൂറുകൾക്ക് ശേഷമാണ് കളക്ടർ ചർച്ചയ്ക്ക് തന്നെ തയ്യാറായത്, നിവേദനം ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ തയ്യാറായത്. അത്രയും നേരം ഇവരെല്ലാം അവിടെ മുദ്രാവാക്യം വിളിച്ച് 4 ഗേറ്റുകളുണ്ടായിരുന്നു. ഈ 4 ഗേറ്റുകളും ഉപരോധിക്കുകയായിരുന്നു. ഇവര് കളക്ടർ അടക്കമുള്ള ജീവനക്കാരെല്ലാം കളക്ടറേറ്റിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു. പിന്നീട് ഒരു 17 മണിക്കൂറിന് ശേഷമാണ് നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയ്ക്ക്, കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം കൊടുക്കില്ല എന്നൊരു നിലപാടായിരുന്നില്ലേ കളക്ടർ സ്വീകരിച്ചത്? പക്ഷേ പിന്നീട് ആ ലോങ് മാർച്ചിൽ പങ്കെടുക്കുന്ന മനുഷ്യരുടെ വലിയൊരു സംഖ്യ കണ്ടപ്പോഴാണോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് അവർക്ക് മനസ്സിലായത്? അതെ, ഇവര് വിചാരിച്ചത് അപ്പോൾ തന്നെ പിരിഞ്ഞു പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരാൾ പോലും പിരിഞ്ഞു പോകുന്ന, സ്ത്രീകളടക്കമുള്ളവർ, എല്ലാ പരിമിതികളും ഉണ്ടായിട്ട് പോലും അവിടെ കുത്തിയിരുന്ന് ഉപരോധിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു അതിജീവനത്തിന്റെ ഒരു പോരാട്ടം, ഒരു സമരം എന്നൊന്നും നമുക്ക് പറഞ്ഞ് അതിനെ ഒഴിവാക്കണ്ട. ഒരു അതിജീവനത്തിനുള്ള പോരാട്ടം, അവരുടെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ജില്ലാ ഭരണകൂടം അത് മനസ്സിലാക്കി ചർച്ചയ്ക്ക് വിളിച്ചു. അദ്ദേഹത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ അധികാര പരിധിയിലുള്ള എല്ലാ ആവശ്യങ്ങളും ഇന്നലെ തന്നെ അംഗീകരിച്ചു. ഇനി തുറമുഖവുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ നടക്കേണ്ട ചില തീരുമാനങ്ങൾ മാത്രമാണ് വൈകുന്നത്. അത് വീണ്ടും ചർച്ചയ്ക്ക് മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ട് അതിന്റെ തീരുമാനം ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ ഇന്നലെ പറഞ്ഞത്. ഇത് ദഹാനുവിൽ നിന്നാണോ മാർച്ച് ആരംഭിച്ചത്, ലോങ് മാർച്ച് തുടങ്ങിയത്? അതെ, അവിടെ നിന്നാണ് ആരംഭിച്ചത്. ഏതാണ്ട് 70-75ഓളം കിലോമീറ്റർ താണ്ടിയാണ് ഇവര് മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ എത്തിയത്. കളക്ടറിന് ഒന്ന് ഓർത്തു നോക്കൂ പ്രേംലാൽ, ഈ 75 കിലോമീറ്റർ, ഈ 50,000-ലധികം വരുന്ന മനുഷ്യർ, അവർ ഒറ്റക്കെട്ടായ ചെങ്കൊടി എന്തിക്കൊണ്ട് ഇങ്ങനെ കടന്നു വരുന്ന കാഴ്ച, എനിക്ക് ആ ദൃശ്യങ്ങൾ പലതും കാണാൻ കഴിയുന്നുണ്ട്. എത്രമാത്രം വലിയൊരു ഇടപെടലാണ് ആ ജനസമൂഹത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകൾ നടത്തിയത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. തീർച്ചയായും മനു പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെയായിരുന്നു ഇത്രയധികം സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, കർഷകർ, ആദിവാസികൾ, ഇവരെല്ലാവരും ഒറ്റക്കെട്ട് ഒരേ മനസ്സോടെയായിരുന്നു അവരുടെ ഒരു പോരാട്ടം. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു അത്. ഇത്രയും ഒരു കളക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അവിടേക്ക് ഒരു അനുമതി നേതാക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ അതിനുള്ള നിവേദനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരം. പിന്നീട് പ്രതിരോധം ശക്തമായപ്പോൾ, വളരെ ശക്തമായ പ്രതിരോധം ശക്തമായപ്പോഴാണ് 17 മണിക്കൂർ ഇവരെല്ലാം കുടുങ്ങിക്കിടക്കാനുള്ള, കളക്ടർ അടക്കമുള്ളവർ അകത്ത് തന്നെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ചർച്ചയ്ക്ക് തയ്യാറായതും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇനി ബാക്കി മന്ത്രിതല സഭ ചർച്ചകളാണല്ലോ, അതിൽ തീരുമാനമായില്ലെങ്കിൽ മുംബൈയിലേക്ക് സമരം എത്തിക്കും എന്നതാണോ തൊഴിലാളികളുടെ നിലപാട്? അതെ, അത് തന്നെയാണ് അവർ പറഞ്ഞത്. മന്ത്രാലയത്തിലേക്കായിരിക്കും അടുത്ത ലോങ് മാർച്ച് പോകുക. മറ്റു പ്രധാന ആവശ്യങ്ങളിൽ തുറമുഖം വലിയൊരു ആവശ്യങ്ങളാണ്. കാരണം മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ പദ്ധതിയെ കുറിച്ചുള്ള തീരുമാനവും എടുക്കേണ്ടതുണ്ട്. പലർക്കും ഈ പുതിയ ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള ഇതിൽ പലരുടെയും ഭൂമി തന്നെ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെയാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച നടത്തി അതിനൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, താങ്ക് യു പ്രേംലാൽ. പ്രേംലാലാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും കേരളത്തിന് പുറത്ത് ചെങ്കൊടി എവിടെയെന്ന്
ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ആ ദൃശ്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളില്ലേ, അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർ ആദ്യം ആശ്രയിച്ചത് CPIM-നെയാണ്, ആ ചെങ്കൊടിയുടെ കരുത്തിനെയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 75 കിലോമീറ്റർ ദഹാനു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങിയ, ആ താലൂക്കിൽ നിന്ന് തുടങ്ങിയ മാർച്ചാണ് 75 കിലോമീറ്റർ പിന്നിട്ട് അത് പാൽഘർ ജില്ലാ ഭരണകൂടത്തിന്റെ ഓഫീസിന് മുൻപിലേക്ക്, അതായത് കളക്ടറേറ്റിന് മുൻപിലേക്ക് എത്തുന്നു. അവിടെ കളക്ടറൊക്കെ ആദ്യം വിചാരിച്ചത് ഈ ചർച്ചയ്ക്ക് അനുമതി നൽകില്ല എന്ന് പറയുമ്പോൾ ഇവർ പിരിഞ്ഞു പോകുമെന്നായിരുന്നു. പക്ഷെ പിന്നെയാണ് അവർക്ക് അപകടം മനസ്സിലായത്. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു വാചകം കേട്ട് പിരിഞ്ഞു പോകുന്ന മനുഷ്യരല്ല ആ വന്നു നിൽക്കുന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന ആ ചെങ്കൊടിയുടെ ഉറപ്പ് അതെന്താണെന്ന് കളക്ടർ അടക്കമുള്ളവർക്ക് ആ സമയത്ത് മനസ്സിലായി. കാരണം ഇതിങ്ങനെ കളക്ടറേറ്റ് വളഞ്ഞു നിൽക്കുകയല്ലേ, ഇവർക്കൊന്ന് പുറത്തിറങ്ങണ്ടേ. 17 മണിക്കൂറോളമാണ് കളക്ടർ അടക്കം അവിടെ കുടുങ്ങിക്കിടന്നത്. ഒടുവിൽ ചർച്ചകൾക്ക് തീരുമാനമാകുന്നു, നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ചർച്ചയ്ക്ക് വിളിച്ചൊടുവിൽ കളക്ടർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അംഗീകരിക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള മന്ത്രിസഭയുടെ ചർച്ചയ്ക്ക് വിടാനും തീരുമാനിക്കുന്നു. മന്ത്രിസഭ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ അടുത്ത മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, ഈ തീരുമാനങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചില്ലെങ്കിൽ, അനുഭാവപൂർണ്ണമായ സമീപനം എടുത്തില്ലെങ്കിൽ അടുത്ത മാർച്ച് മുംബൈയിലേക്കായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് തൊഴിലാളികൾ, കർഷകർ, ആദിവാസികൾ ഒക്കെ ചേർന്ന് മഹാരാഷ്ട്രയിലെ BJP ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.